ഇന്ദ്രനീലം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കുട്ടനാടിന്റെ അത്രയും പ്രകൃതി രമണീയമല്ലെങ്കിലും കുട്ടനാടിന്റെ സഹോദരിയായ ഹരിപ്പാളിനെ പ്രകൃതി ദേവത കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു വട്ടം ചുറ്റും കണ്ണോടിക്കേ വേണ്ടു. സ്വാതിയോടൊപ്പം വർഷയും കൂട്ടിനും സ്വാതിയുടെ ഹരിപ്പാടുള്ള വല്യമ്മയുടെ വീട്ടുപടിക്കിലെത്തി. തലയെടുപ്പോടെ നിൽക്കുന്ന കൊച്ചു തുളസിത്തറയും മുറ്റം നിറയെ നാട്ടുചെടികളായ കുടമുല്ലയും നന്ദ്യാർവട്ടവും ചെമ്മന്തിയും മന്ദാരവും പുഷ്പിച്ചും തൊടിയിലും പ്ലാവും കായ്ച്ചു നിൽക്കുന്നു. പഴമയുടെ ഭംഗിയിൽ അവലേശം കുറക്കാതെ മോടി ഉടിപ്പിച്ച ഓടിട്ട വീടിന് മുമ്പിൽ ചിരിതൂവി നിൽക്കുന്ന 60-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന വല്യമ്മ. വരൂ കുട്ടികളെ. സ്വാതിയുടെ വല്യമ്മ വർഷയും കൂട്ടിനെയും സന്തോഷത്തോടെ വീട്ടിലേക്ക് ആനയിച്ചു. ഈർക്കിളി ചൂലുകൊണ്ട് മുറ്റം തൂത്തതിന്റെ ശേഷിപ്പുകൾ നേർത്ത വരകൾ കണക്കെ വെള്ളമണലിൽ പതിഞ്ഞു കിടക്കുന്നു. കാറ്റിനോട് തല്ലുകൂടി തൊടിയിൽ നിന്ന് തത്തിക്കളിച്ച് മുറ്റത്തെത്തിയ കരിയില കുഞ്ഞുങ്ങൾ വർഷയുടെ കാലടിയിൽ കിടന്ന് കരഞ്ഞു പിടഞ്ഞ് അവസാന ശ്വാസം വലിച്ചു. വർഷയും കൂട്ടിനും വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. ചായ സൽക്കാരങ്ങൾ കഴിഞ്ഞപ്പോൾ വല്യമ്മ ചോദിച്ചു, സ്വാതി, നിങ്ങൾ എത്ര ദിവസം ഇവിടെ കാണും? ഞങ്ങൾ നാളെ പോയി തന്നെ പോകും വല്യമ്മേ. ഞങ്ങൾ കുട്ടനാടി പോകണം, കെട്ടുവെള്ളത്തിൽ കയറണം. അത് വലിയച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം പോവാം. താങ്ക് യു വല്യമ്മേ. എങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്ക്. മുകളിലത്തെ മുറികൾ നിങ്ങൾക്ക് വേണ്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ശാലുവിൻ്റെ മുറി നിങ്ങൾ ഉപയോഗിച്ചോളൂ. അത് പറഞ്ഞപ്പോഴാ ശാലുവിടെ വല്യമ്മേ? സ്വാതി ചോദിച്ചു. അവളെ എറണാകുളത്ത് സെന്റ് തെരേസാസ് കോളേജിൽ പഠിക്കുമല്ലേ, ഇപ്പോൾ ഹോസ്റ്റലിലാ താമസം. ആൾക്ക് ദിവസം ട്രെയിനിൽ വന്നു പോയാൽ പോരെ? അതിന് മാത്രം ദൂരമൊന്നുമില്ലല്ലോ എറണാകുളം ആലപ്പുഴയും തമ്മിൽ. സ്വാതി ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകും മോളെ, പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അവളെ ഹോസ്റ്റലിൽ നിർത്തി. അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? സ്വാതി പറഞ്ഞു. എങ്കിലും വല്യമ്മ ഊണ് റെഡിയാക്കട്ടെ. കുട്ടികൾക്ക് ആർക്കെങ്കിലും കുളിക്കാൻ പറ്റുമോ ചെയ്യണമെങ്കിൽ ആവാം. ശരി വല്യമ്മേ. വർഷയും കൂട്ടിനെയും സ്വാതി മുകളിലത്തെ നിലയിലേക്ക് നയിച്ചു. മുറിയിൽ കയറി കുളിച്ച് ഫ്രഷായ വർഷയും കൂട്ടിനും താഴേക്ക് എത്തി. അപ്പോഴേക്കും വല്യമ്മ ഊണ് തയ്യാറാക്കി വെച്ചിരുന്നു. നല്ല തുമ്പപ്പൂ ചോറ്, കുടംപുളിയിട്ട് നല്ല പുഴമീൻ കറിയും മാമ്പഴപ്പുളിശ്ശേരിയും കരിമീൻ പൊള്ളിച്ചും ചക്കിലാട്ടിയ നറുമണം മാറാത്ത വെളിച്ചെണ്ണയിലിട്ട് കാച്ചിയ പപ്പടവും ഉപ്പുമാങ്ങ ഭരണിയിൽ നിന്ന് കൈയോടെ എടുത്തു. നല്ല കണ്ണിമാങ്ങ അച്ചാറും കൂട്ടി വർഷയും കൂട്ടിനും ഒന്നാന്തരം നാടൻ ഊണ് മൃഷ്ടാനമുണ്ട്. കറികളൊക്കെ ഇഷ്ടമായ കുട്ടികൾക്ക്. വല്യമ്മ ഊണ് കലക്കി. ഇത്രയും സ്വാദുള്ള ഭക്ഷണം ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല, വർഷ പറഞ്ഞു. അത് കേട്ട് വല്യമ്മയുടെ മുഖം പ്രസാദിച്ചു. സ്വാതിയുടെ വല്യച്ഛൻ വീട്ടിലെത്തിയതും എല്ലാവരും കൂടി കേരളത്തിന്റെ കാർഷിക പൈതൃക നഗരമായ കുട്ടനാട്ടിലേക്ക് പുറപ്പെട്ടു. ഏകദേശം അരമണിക്കൂർ വർഷയും കൂട്ടിനും വാനിൽ സഞ്ചരിച്ച് കുട്ടനാട്ടിലെത്തി. പുഞ്ചപ്പാടങ്ങളും നെൽവയലുകളും വെള്ളക്കെട്ടുകളും വള്ളങ്ങളും നിറഞ്ഞ കുട്ടനാട്. പുഞ്ചപ്പാട വരമ്പിലൂടെ വർഷയും കൂട്ടിനും നടന്നു. പാടത്തിന് മുകളിലൂടെ പറന്നടക്കുന്ന പനന്തത്തകളെ വർഷ കണ്ടു. ഏതാണ്ട് 3 മണിയോടെ വർഷയും കൂട്ടിനും കുട്ടനാട്ടിൽ നിന്ന് സ്വാതിയുടെ വല്യച്ഛന്റെ പരിചയക്കാരന്റെ കെട്ടുവള്ളത്തിൽ കയറി. വേമ്പനാട്ട് കായലിലൂടെ തഞ്ചി കെട്ടുവള്ളം സഞ്ചാരം ആരംഭിച്ചു. വർഷയും കൂട്ടിനും കയറി കെട്ടുവള്ളത്തിൽ ഒരു 4-അംഗ കുടുംബത്തിന് സുഖമായി കഴിയാനുള്ള അത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. വെറും 2 മണിക്കൂർ നേരത്തേക്കുള്ള യാത്രക്കിടയിൽ കെട്ടുവള്ളത്തിലെ ഡ്രൈവറും പാചകക്കാരനും ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരെ വർഷയും സംഘവും പരിചയപ്പെട്ടു. ജീവനക്കാരിൽ ഒരാൾ വർഷയും കൂട്ടിനെയും കെട്ടുവള്ളം മുഴുവൻ ചുറ്റി കാണിച്ചു. ഒരു സ്വീകരണ മുറിയും 2 ശീതീകരിച്ച കിടപ്പുമുറികളും കുളിമുറികളും അടുക്കളയുമാണ് താഴത്തെ നിലയിലുള്ളത്. മുകളിലത്തെ നിലയിൽ വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. കെട്ടുവള്ളത്തിലേക്ക് കയറിയതും നാടൻ കരിക്ക് നൽകിയാണ് വർഷയും കൂട്ടിനെയും ജീവനക്കാർ സ്വീകരിച്ച്. കെട്ടുവള്ളത്തിന് മുകളിലത്തെ നിലയിൽ കയറിയുന്നുകൊണ്ട് വർഷ കുട്ടനാടിന്റെ ഭംഗി ആസ്വദിച്ചു. അങ്ങ് കണ്ണെത്താ ദൂരത്തോളം പരന്നിടക്കുന്ന നെൽവയലുകൾ, കായലോരത്ത് പല വലിപ്പത്തിലുള്ള വീടുകൾ കാണാം. ഓരോ വീട്ടിൽ ഓരോ ചെറുതോണി വീതമുണ്ട്. ആറ്റുമണൽ കൊണ്ടുപോകുന്ന വലിയ വള്ളങ്ങൾ അങ്ങിങ്ങായി കാണാം. ആകാശത്തിന്റെ നിറത്തിനനുസരിച്ച് നിറമാറുന്ന വേമ്പനാട്ട് കായലിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇളങ്കാറ്റിൽ ചാഞ്ചാടി കെട്ടുവള്ളം മുന്നോട്ട് കുതിച്ചു. കെട്ടുവള്ളത്തിന്റെ പാചകക്കാരൻ പാകം ചെയ്തു വെച്ചിരുന്ന വെള്ളയപ്പവും സ്പെഷ്യൽ കൊഞ്ചുകറിയും വർഷയും കൂട്ടിനും കഴിച്ചു. 2 മണിക്കൂർ കായലിലൂടെ ചുറ്റിക്കറങ്ങിയ ശേഷം സംഘം അരിപ്പാടിലേക്ക് തിരിച്ചു. 6 മണിയോടെ സംഘം അരിപ്പാടിലെ വീട്ടിൽ തിരിച്ചെത്തി. മോളെ, നിന്റെ അമ്മ വിളിച്ചിരുന്നു. നാളെ നീ മണ്ണാറശാലയിൽ പോയി അമ്മ പറഞ്ഞേൽപ്പിച്ച വഴിപാടുകളൊക്കെ നടത്തുന്ന കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. മണ്ണാറശാലയോ? മോള് മണ്ണാറശാലയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. നാഗരാജന്റെ ക്ഷേത്ര മണ്ണാറശാല. മഹാദേവന്റെ കണ്ടാഭരണങ്ങളായ വാസുകിയും സർപ്പരാജ്ഞിയായ സർപ്പയക്ഷിയും നാഗയക്ഷിയും നാഗരാജന്റെ സഹോദരിയായ നാഗചാമുണ്ടിയുവാ മണ്ണാറശാലയിലെ പ്രതിഷ്ഠകള്. പിന്നെ നിലവറയിൽ വാണരുളുന്ന അപ്പൂപ്പനും. അപ്പൂപ്പനോ? അതാരാ? അപ്പൊ കുട്ടിക്ക് കഥയൊന്നും അറിയില്ലേ? വലിയമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, വർഷ ചമ്മലോടെ പറഞ്ഞു. എങ്ങനെ അറിയാനാണ്? അച്ഛൻ അമ്പലത്തിലും പള്ളിയിലും കൊണ്ടുപോയില്ലായിരുന്നു. ഭക്തിയൊക്കെ മനസ്സിൽ മതിയെന്ന മട്ടായിരുന്നു. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അമ്മയുടെ മരണശേഷം അച്ഛൻ ദൈവത്തോട് പിണക്കത്തിലാണെന്ന്. അച്ഛൻ ചൊല്ലിത്തന്ന് പഠിപ്പിക്കാത്തതിനാൽ തനിക്ക് ഹിന്ദാചാരാനുഷ്ഠങ്ങളൊന്നും തന്നെ അറിയില്ല. കേരളത്തിൽ കാലുകുത്തുന്നതിന് ആദ്യമായിട്ടാണ്. അച്ഛനെ ഇവിടേക്ക് വരാൻ ഇഷ്ടമല്ല. അമ്മയുടെ ജീവനെടുത്ത് നശിച്ച നാടെന്ന് അച്ഛൻ കേരളത്തിനെ വിശേഷിപ്പിക്കുന്ന താൻ കേട്ടുള്ളതുകൊണ്ട് അച്ഛൻ ജനിച്ചു വളർന്ന നാട് കാണാനുള്ള തന്റെ മോഹം താൻ അച്ഛനെ അറിയിച്ചിട്ടില്ല.
വർഷ അച്ഛനെ കുറിച്ച് ആലോചിച്ചിരുന്നു. കുട്ടി എന്തെങ്കിലും ആലോചിച്ചു കൂട്ടുന്നു? വല്യമ്മ ചോദിച്ചു. ഒന്നുമില്ല വല്യമ്മേ, അപ്പൂപ്പൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ കുട്ടിയൊന്നും കേട്ടില്ലേ? സോറി, ഞാനോരോന്ന് ആലോചിച്ചിരുന്നു പോയി. സാരല്ല, ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ശരി. പണ്ട് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം നൽകാൻ വേണ്ടി മഴ എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു. എന്നാൽ കേരളത്തിലെ മണ്ണ് ഉപ്പുരസമുള്ളതായിരുന്നു. കേരള മണ്ണിനെ മനുഷ്യവാസയോഗ്യമാക്കാൻ വേണ്ടി പരശുരാമൻ നാഗരാജന്റെ സഹായം തേടി. നാഗരാജൻ കാളകൂട വിഷത്താൽ കേരള മണ്ണ് ശുദ്ധീകരിച്ചു. പരശുരാമൻ നാഗരാജനെയും പരിവാരങ്ങളെയും മന്ദാരശാലയിൽ കുടിയിരുത്തി. പിന്നീട് ഇന്ദ്രപ്രസ്ഥ എന്ന നഗരി ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചപാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ തങ്ങൾക്ക് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ ഗാണ്ഡവവനം തീയിട്ടു. ആ തീ പടർന്നു പിടിച്ച് സർപ്പങ്ങൾ കൂടിയിരിക്കുന്ന മന്ദാരശാലയിലെത്തി. അന്നേരം സർപ്പങ്ങൾക്ക് അഭയം നൽകിയത് തൊട്ടടുത്ത ഇല്ലത്തുള്ള തമ്പുരാട്ടിയായിരുന്നു. തമ്പുരാട്ടിയിൽ പ്രസാദിച്ച നാഗരാജൻ കുഞ്ഞുങ്ങളില്ലാണ്ടിരുന്ന തമ്പുരാട്ടിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആ തമ്പുരാട്ടിക്ക് 2 ഉണ്ണികൾ പിറന്നു. ഉണ്ണികളിൽ ഒരാൾ 5 തലയുള്ള സർപ്പായിരുന്നു. വിഷ്ണുനാഗമായ അനന്തൻ അമ്മയുടെ ഉണ്ണിയായി പിറന്നതായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിശേഷ ദിവസങ്ങളിൽ തൻ്റെ അമ്മയ്ക്ക് മാത്രം പൂജ ചെയ്യാൻ അനുമതി നൽകിയ ശേഷം അനന്തൻ ഇല്ലത്തിൻ്റെ നിലവറയിൽ കൂടിയിരിക്കാൻ പോയെന്നാണ് ഐതിഹ്യം. മുഖ്യ പൂജാരിണിയായ സ്ത്രീകളുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാ മണ്ണാറശാല. നിലവറയിൽ ചിരഞ്ജീവിയായി കൂടിയിരിക്കുന്ന അനന്തനെ ഭക്തജനങ്ങൾ വിളിക്കുന്ന പേര് അപ്പൂപ്പൻ. അപ്പൂപ്പന് പൂജ ചെയ്യുന്ന മനയിലെ ഏറ്റവും പ്രായമുള്ള സ്ത്രീയാ വലിയമ്മ. ആഹാ, കൊള്ളാലോ. നല്ല ശക്തിയുള്ള ക്ഷേത്ര. അവിടെ ധാരാളം വിശേഷപ്പെട്ട വഴിപാടുകളുണ്ട്. ഉരുളി കമിഴ്ത്തലാണ് അതിലൊരെണ്ണം. എന്തിനാ അത്? കുട്ടികളില്ലാത്ത ദമ്പതികൾ അവിടെ ചെന്ന് ഉരുളി കമിഴ്ത്തിയ കുട്ടികളുണ്ടാകുന്ന വിശ്വാസം. സർപ്പശാപം മാറാൻ വേണ്ടി സർപ്പബലി നടത്താറുണ്ട്. ഓ, ഐ സി. സ്വാതി മോളെ, നാളെ ഈ കുട്ടിയെ കൂടി അമ്പലത്തിലേക്ക് കൂട്ടിക്കോളൂ. ഈ കുട്ടി ഇതൊന്നും കണ്ടിട്ടില്ലാലോ. ശരി വല്യമ്മേ, സ്വാതി പറഞ്ഞു. അങ്ങനെ വല്യമ്മയുടെ നിർദ്ദേശപ്രകാരം വർഷയും സ്വാതിയും കൂടി വല്യമ്മയോടൊപ്പം മണ്ണാറശാല ദർശനത്തിന് പുറപ്പെട്ടു. കാവും കുളവും വള്ളിപ്പടർപ്പുകളും കൂറ്റൻ ആൽമരങ്ങളും അനേകം നാഗപ്രതിമകളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാല. ആ പുണ്യഭൂമിയിലൂടെ വല്യമ്മയോടൊപ്പം വർഷയും സ്വാതിയും നടന്നു. വഴിപാടുകൾക്കുള്ള പണമടക്കാൻ വേണ്ടി സ്വാതിയും വല്യമ്മയും വഴിപാട് കൗണ്ടറിലേക്ക് നടന്നപ്പോൾ വർഷ നാഗപ്രതിമകൾക്കരികിൽ ചുറ്റിപ്പറ്റി നിന്നു. മണ്ണാറശാലയുടെ ഭംഗി ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാനുള്ള ശ്രമം തുടങ്ങി. കുറേയധികം ഫോട്ടോകളും ചിത്രങ്ങളും എടുത്ത ശേഷം വർഷം മുന്നോട്ട് നീങ്ങി. ചുറ്റമ്പലത്തിനടുത്തെത്തിയതും വർഷയ്ക്ക് തന്റെ ശരീരമാസകളും വിറക്കുന്ന പോലെ അനുഭവപ്പെട്ടു. അപ്പോഴേക്കും വഴിപാടുകൾക്കുള്ള പണമടച്ച് സ്വാതിയും വലിയമ്മയും തിരിച്ചെത്തിയിരുന്നു. സ്വാതിയുടെയും വലിയമ്മയുടെയും കൂടെ വർഷ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച ശേഷം കോവിലിനുള്ളിലേക്ക് നോക്കിയതും വർഷയുടെ ഉൾക്കണ്ണിൽ കാറ്റത്ത് ആടിയിലെന്ന മരങ്ങൾ നിറഞ്ഞ അതിപുരാതനമായ സർപ്പക്കാവ് തെളിഞ്ഞു. മുണ്ടൊന്നേരിയതുമുടുത്ത പെൺകുടിയുടെ കൈ പിടിച്ച് സർപ്പക്കാവിലേക്ക് നടന്നു നീങ്ങുന്ന യുവാവും സർപ്പപ്പുറ്റിലേക്ക് നീങ്ങുന്ന കൈകളും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും പെൺകുട്ടിയുടെ അലർച്ചയും മഞ്ഞളിൽ രക്തവും പാലപ്പൂവും ചേരുമ്പോഴുള്ള മനം പുരട്ടുന്ന ഗന്ധവും ഇണചേരുന്ന സർപ്പങ്ങളുമെല്ലാം വർഷയ്ക്ക് മുന്നിൽ തെളിഞ്ഞു. ബോധമറിഞ്ഞ നിലത്ത് വീണ വർഷയെ സ്വാതിയും വലിയമ്മയും കൂടി പണിപ്പെട്ട് വീട്ടിലെത്തിച്ചു. കിണറ്റിലെ നല്ല തണുത്ത തെളിനീർ മുഖത്ത് വീണപ്പോൾ വർഷയുടെ മറഞ്ഞുപോയ ബോധം തിരിച്ചു വന്നു. കണ്ണുകൾ തുറന്നപ്പോഴും മഞ്ഞളിന്റെയും രക്തത്തിന്റെയും മനം പുരട്ടുന്ന മണം നാസികത്തുമ്പിൽ തങ്ങി നിൽക്കുന്ന പോലെ വർഷയ്ക്ക് തോന്നി. എന്തു പറ്റി മോളെ? ഒന്ന് തലയിറങ്ങിയതാ. ഹോസ്പിറ്റലിൽ പോണോടി? വേണ്ട, ഇപ്പൊ ശരിയായി. മോള് കുറച്ച് വെള്ളം കുടിക്കേ. താൻ എന്തൊക്കെയാണ് ആ കണ്ടത്? സർപ്പക്കാവ് ഇത്ര വ്യക്തമായി ഇങ്ങനെ? അങ്ങനെ ഒരു കാവ് താൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് തനിക്ക് സംഭവിക്കുന്നത്? ആ കാവും താനും തമ്മിൽ അഗാധമായ ആത്മബന്ധമുള്ള പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് മതിഭ്രമം ബാധിച്ചതാണോ? വെള്ളമായി കുടിക്കുന്നതിൽ വർഷം ചിന്തിച്ചു. മോള് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കിടന്നോളൂ, വല്യമ്മ പറഞ്ഞു. ഓക്കെ. വർഷം മുറിയിൽ കയറി തന്റെ തലക്ക് മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നു. മൊബൈൽ ഫോൺ എടുത്ത് സ്ക്രീൻ ഓൺ ചെയ്തു. വർഷ കണ്ട ഗ്യാലറി ആയിരുന്നു. മണ്ണാറശാലയിൽ വെച്ചെടുത്ത ചിത്രങ്ങളിലൊന്ന് വർഷയുടെ വിരൽ തട്ടി തുറക്കപ്പെട്ടു. ആ ചിത്രം കണ്ട് വർഷം ഞെട്ടി. താനെടുത്ത സെൽഫികളിലൊന്ന് തന്റെ പിറകിലുള്ള മരത്തിന്റെ ക്യാമറയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കരിനാഗം. വർഷ മറ്റു ചിത്രങ്ങളിലൂടെ കണ്ണോടിച്ചു. വർഷയെടുത്ത എല്ലാ സെൽഫികളിലും കരിനാഗം സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സാധ്യമാവും? കരിനാഗം എല്ലാ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന എങ്ങനെ? ചിലപ്പോൾ മണ്ണാറശാലയിൽ ഒന്നിൽ കൂടുതൽ കരിനാഗങ്ങൾ ഉണ്ടാകുമായിരിക്കും. താൻ കൃത്യമായി കരിനാഗങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് ചിത്രങ്ങൾ എടുത്തതാവും. അങ്ങനെ വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടം. നേരത്തെ കണ്ട് വെറും ഹാലൂസിനേഷൻ അഥവാ മതിപ്രമാണെന്ന് വിശ്വസിക്കാൻ വർഷ ചിന്തിച്ചു. വൈകുന്നേരം വർഷയും സംഘവും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. എയർ ബസ്സിൽ കിടന്നു മയങ്ങിയ വർഷ അന്ന് രാത്രി ആദ്യമായി സർപ്പങ്ങളെ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടിയുണർന്നു. പിന്നീട് വർഷയുടെ ആഗ്രഹം കേരളത്തിലെ ട്രിപ്പ് പെട്ടെന്ന് തീർന്ന് മുംബൈക്ക് തിരിച്ചു പോകണമെന്നായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വർഷ മുംബൈയിൽ തിരിച്ചെത്തി. ദുസ്വപ്നങ്ങൾ തന്നെ വേട്ടയാടിയതിനാൽ തനിക്ക് ട്രിപ്പിന്റെ ബാക്കിയുള്ള ഭാഗം തീരെ ആസ്വദിക്കാൻ സാധിച്ചില്ല.
ഇപ്പോൾ താൻ മുംബൈയിലെത്തിയല്ലോ, ഇനി താൻ ദുസ്വപ്നങ്ങൾ കാണില്ലായിരിക്കും, വർഷ ചിന്തിച്ചു. എന്നാൽ വർഷയുടെ പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് സ്വപ്നങ്ങൾ വർഷയെ വെട്ടിയാടിക്കൊണ്ടിരുന്നു. എവിടെ പോയാലും സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺമുമ്പിൽ വരികയും അത് വർഷയെ ഭീതിയിലാഴ്ത്തുകയും ചെയ്തു എന്നതിനാൽ വർഷ ഫ്ളാറ്റിന് പുറത്തിറങ്ങാതെയായി. തന്റെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുമുണ്ട്. അതിനെല്ലാമുള്ള ഉത്തരം കേരളത്തിലാണെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. താൻ ഇന്ന് മീരയുടെ വിളിച്ചു വരുത്തിയത് മനസ്സുറന്നൊന്ന് സംസാരിക്കാനാണ്. ആരോടെങ്കിലും തനിക്കിതൊക്കെ പറയണം. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വർഷ മീരയോട് പറഞ്ഞു. എന്റെ പ്രശ്നം തുടങ്ങിയത് മണ്ണാറശാലയിൽ നിന്നാണ്. മണ്ണാറശാലയോ? മീര അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഹരിപ്പാടുള്ള മണ്ണാറശാല ക്ഷേത്രം. സ്വാതിയുടെ വലിയമ്മയുടെ വീട്ടിൽ നമ്മൾ താമസിച്ചതും സ്വാതിയുടെ കൂടെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ബോധം കിട്ടി വീണെന്ന് നീ ഓർക്കുന്നില്ലേ? ഉണ്ട്. അന്ന് ഞാൻ സർപ്പക്കാവും സർപ്പങ്ങളെയും മരണമൊക്കെ കൺമുമ്പിൽ കണ്ടു. ഹാലൂസിനേഷൻ പോലെ. അതുകൊണ്ട് പേടിച്ച് ഞാൻ ബോധം കിട്ടി വീണു. മരണം കണ്ടെന്നോ? നീ എന്ത് നോൺസെൻസായി പറയുന്നത്? നിനക്ക് നോൺസെൻസായി തോന്നില്ലേ? അതുകൊണ്ടാണ് ഇത്രയും കാലം ആരോടൊന്നും പറയാതിരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. ഒന്ന് മാത്രം അറിയാം, എൻ്റെ വരവും കാത്ത് ആരും ഇരിക്കുന്നുണ്ട്, ഏതോ സർപ്പക്കാവിൽ. ഏത് സർപ്പക്കാവില്? അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ കേരളത്തിലെ തറവാടിനെ പറ്റി. സർപ്പക്കാവൊക്കെയുള്ള ഒരു വലിയ തറവാട്. ക്രിസ്ത്യാനിയായിരുന്ന എൻ്റെ അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അച്ഛൻ തറവാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എൻ്റെ ജനത്തോടെ അമ്മ മരിച്ചു. അതിനുശേഷം അച്ഛൻ എന്നെയും കൊണ്ട് മുംബൈക്ക് വന്നെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമില്ലേ? ഇപ്പം ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ മനസ്സിനകട്ടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അച്ഛൻ്റെ തറവാട്ടിലുണ്ടെന്ന്. നീ കേരളത്തിലേക്ക് പോവാണ്? അതെ, അച്ഛനെ സമ്മതിപ്പിക്കണം. എന്നിട്ട് കുറച്ച് ദിവസം അച്ഛനെ നാട്ടിൽ താമസിക്കണം. അച്ഛൻ സമ്മതിക്കുമോ? നാടിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ അച്ഛന് ഇഷ്ടമില്ലെന്നാണല്ലോ നീ പറഞ്ഞിട്ടുള്ളത്. അതെ, ശരിയാ. അച്ഛൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കേരളം ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് ഒരിക്കലും അച്ഛൻ്റെ നാട്ടിൽ എന്നെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഞാൻ നിർബന്ധം പിടിച്ചാൽ അച്ഛനെ തീർച്ചയായിട്ടും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം. അപ്പം നീ പോകാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു. മനസ്സ് പറയുന്ന കേട്ടില്ലെങ്കിൽ ഭാവിയിൽ കുറ്റബോധം തോന്നും. മനസ്സ് തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ തെറ്റും, ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയുമായിരിക്കും. മനസ്സ് പറയുന്ന കേട്ട് പ്രവർത്തിച്ചാൽ പല ആപത്തുകൾ ഒഴിവാക്കാം. സമ്മതിക്കുന്നു. എവിടെയാണെങ്കിലും നീ സേഫായിട്ടിരിക്കണം. ഓക്കെ? കുറച്ചു നേരം വർഷം മീരയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. സൂര്യാസ്തമയം കണ്ട ശേഷം അവരിരുവരും അവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു. വർഷ ഫ്ലാറ്റിലെത്തിയപ്പോൾ അച്ഛൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഫീസിൽ നിന്ന് വീട്ടിൽ നേരത്തെ എത്തിയ അച്ഛൻ സ്പെയർ കീ ഉപയോഗിച്ച് ഫ്ലാറ്റ് വന്ന് അകത്തേറി കാണണം. അച്ഛനോട് ഉടനെ തന്നെ നാട്ടിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കണം. വർഷ ചിന്തിച്ചു. ആ, മോളെത്തിയോ? യെസ് അച്ഛാ. മീരെന്ത് പറയുന്നു? ആൾക്ക് സുഖാച്ച. ആള് ബാബയുടെ ബന്ധുവിന്റെ വീട്ടില് മെഹന്തിയുടെ ഒരുക്കൽ നടത്തിയതിന്റെ തിരക്കിലായിരുന്നു. ആൾക്ക് ജോലി ശരിയായോ? ഇല്ല അച്ഛാ, അവള് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. നല്ലത്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എനിക്ക് അച്ഛനെ നാട് കാണണം. നാട് നേട്ടത് അച്ഛൻ ഞെട്ടലോടെ വർഷയെ നോക്കി. എന്താ? അച്ഛൻ്റെ നാട്ടിൽ പോകണമെന്ന്. പെട്ടെന്ന് നിനക്ക് നാട് കാണാൻ ഒരു ആഗ്രഹം? അച്ഛനും അമ്മയും ജനിച്ചു വളർന്ന, കണ്ടുമുട്ടിയ, പ്രണയിച്ച അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ ആ നാട്, അമ്മ ഇറങ്ങുന്ന ആ മണ്ണ് എനിക്ക് ഒരിക്കലെങ്കിലും കാണണം അച്ഛാ. അമ്മയെക്കുറിച്ചുള്ള വർഷയുടെ വാക്കുകൾ അച്ഛൻ്റെ മിഴികൾ ഈറനണിയിച്ചു. മോളെ, കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ആ നശിച്ച തറവാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ അച്ഛന് ഇഷ്ടമല്ല. ഒരു തവണ മതി അച്ഛാ. പിന്നീട് ഒരിക്കലും നാട് കാണാൻ ഞാൻ ആവശ്യപ്പെടില്ല. വർഷയുടെ നിർബന്ധ ബുദ്ധിക്ക് മുമ്പിൽ അച്ഛന് വഴങ്ങേണ്ടി വന്നു. വർഷയുടെ നാട് കാണണമെന്ന ആവശ്യം അച്ഛൻ അംഗീകരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനും വർഷയും മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലക്കാട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി. വർഷയ്ക്ക് പാലക്കാട് ഒന്നുകൂടി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഇറങ്ങാതെ പാലക്കാട് സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ആടുന്നൊരു ടാക്സി പിടിച്ച് അച്ഛനും മകൾ ഒറ്റപ്പാലത്തേക്കുള്ള പുലരിക്കലിലത്തേക്ക് യാത്രയായി. തീരദേശമില്ലാത്ത കേരളത്തിലെ ജില്ലകളിലൊന്നാണ് കരിമ്പനകളും പാലമരങ്ങളും നിറഞ്ഞ പാലക്കാട്. കോടമഞ്ഞും മലനിരകളും ചെറുചുരങ്ങളുമുള്ള നാട്. പേര് സൂചിപ്പിക്കും പോലെ പാലമരങ്ങളുടെ കാട് തന്നെയാണ് പാലക്കാട്. വന്യജീവി സമ്പത്തിലും ജൈവ വൈവിധ്യത്തിലും മുമ്പിൽ നിൽക്കുന്ന നാട്. പനകളും കേരളത്തിന്റെ പാരമ്പര്യവും പേറി തലയെടുപ്പോടെ നിലകൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അനവധി മരങ്ങളുള്ള നാട്. പൂരങ്ങളുടെയും കേരളത്തിന്റെ പ്രാചീന കലാരൂപങ്ങളുടെയും സംസ്കാരത്തിന്റെയും മഹത്വം വിളിച്ചറിയിക്കുന്ന സംഗീത ഗ്രാമവും വാദ്യഗ്രാമവും ഗുരുമഠവുമുള്ള നാട്. മറ്റു ജില്ലകളിൽ നിന്ന് വേറിട്ട രുചിഭേദങ്ങളുടെ നാട്. കരിമ്പനകളും കൃഷിയിടങ്ങളും പാലമരങ്ങളും ടൗണും കടന്ന് വർഷയും അച്ഛനും ഒറ്റപ്പാലത്തെ പുലരിക്കലില്ലത്തിന്റെ പൂമുഖത്തിന് മുമ്പിൽ കാറിൽ വന്നിറങ്ങി. വർഷ തന്റെ ഇടത്തേക്കാല് പുലരിക്കലില്ലത്തിന്റെ മണ്ണിൽ കുത്തിയതും ശക്തമായി കാറ്റടിക്കുകയും 4 ദിക്കിൽ നിന്നും കടവാവലുകൾ പറക്കുകയും ചെയ്തു. പൂമുഖത്തിരുന്ന മുതിർന്ന പുരുഷന്മാരിൽ ഒരാൾ മന്ത്രിച്ചു. അവള് വന്നിരിക്കണോ? തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.